ഇപ്പം നിതിൻ രാജിൻ്റെ കുടുംബത്തിനുണ്ടായ പ്രശ്നം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യ ചർച്ച. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിലെ വഷളാകുന്ന ക്യാമ്പസ് രംഗമാണ് നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാരണം ഈ ഇപ്പോഴും ഈ നിതിൻ രാജിന് എന്ത് സംഭവിച്ചു എന്നുള്ള പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡിൻ്റെയൊക്കെ തന്നെയാണ് വില ചൂണ്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ചാനലുകളിലൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഈ കുടുംബം ജീവിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ഒരു കൂടെയുള്ള ഒരു കുട്ടിയുടെ മരണം കൊണ്ട് ഒരു വീട് കിട്ടുക അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇനി നമ്മൾ അന്ന് പറഞ്ഞ പോലെ സിദ്ധാർത്ഥൻ്റെ കാര്യം പറഞ്ഞു, നമ്മളിനിയിപ്പോൾ നിതിൻ രാജിൻ്റെ കാര്യം പറഞ്ഞു, ഇനി നാളെ വേറൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇതുപോലെ സംവാദം സംഘടിപ്പിക്കേണ്ടി വരരുത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ നിതിൻ രാജിൻ്റെ വിഷയത്തിൽ ഇനിയും കാര്യമായിട്ടൊന്നും സാധാരണ സമൂഹത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഇതൊരു ക്രിമിനൽ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ തന്നെ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ SKN സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, അതുപോലെ പോലീസിൽ പരാതിയുണ്ട്. സ്വാഭാവികമായി നിയമപരമായ നടപടികൾ ഒരു വഴിക്കൂടെ പോകും. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് വസ്തുതാപരമായ തെറ്റുകൾ പറഞ്ഞു ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. എൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞു ഈ സ്വാശ്രയ കോളേജുകളിൽ ഇതുപോലെയുള്ള ഇടപെടലിന് സ്വാതന്ത്ര്യമില്ല എന്ന് അദ്ദേഹത്തെ തിരുത്തുന്നു. ക്യാമ്പസിൽ പഠിച്ചൊരു വ്യക്തിയാണ്. സ്വാശ്രയ കോളേജിൽ ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞ മുന്നേ ഞാൻ കേട്ടു. ഞാൻ സ്വാശ്രയ കോളേജിലെ ഒരു പ്രിൻസിപ്പലായിട്ട് 5 വർഷം പ്രവർത്തിച്ച ആളാ. അങ്ങ് മനസ്സിലാക്കണം, ഇന്ന് സ്വാശ്രയ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുകൾ വെറും ഫാൾസ് ആണ്. എവിടെ സ്വാശ്രയ ക്യാമ്പസുകളിൽ ഞാൻ വേണമെങ്കിൽ പൊതുവായി ഇന്നത്തെ നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സ്വയം സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾക്കെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയനുകളിൽ എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ അധ്യാപകർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുക, അവരിന്ന് ചെയർമാൻ എന്ന് പറയാ, അവർ ജനറൽ സെക്രട്ടറി എന്ന് പറയാ, അവർ ഈ വസ്തുതാപരമായ തെറ്റ് പറയുന്നത് ഞങ്ങൾ ഇടപെടുന്നതാണ് സാർ. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ ഇടപെടുന്നതാണ് സാർ. അല്ലല്ല, വസ്തുതാപരമായി ഇടപെടുന്നതാണ് സാർ. അല്ലല്ല, ബഹുമാനത്തോടെ ഞാൻ പറയും. ഞാനൊരു പ്രിൻസിപ്പലായിരുന്ന ആളാണ്. ഞാനിരുന്ന കോളേജുകളിലെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചു. ഞാൻ വളരെ ആധികാരികമായി സാറിനോട് സുഹൃത്തെ, ഞാനൊന്ന് 100% സുഹൃത്തെ ഞാനൊന്ന് പറയത്തെ. അങ്ങനൊരു സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല സഹിഷ്ണുത കാണിക്കട്ടെ. സഹിഷ്ണുത കാണിക്കല. ഞാൻ സംസ്ഥാന പ്രസിഡന്റിന് അവരുടെ നിലപാട് പറയണ്ടേ സാറേ? അല്ല പറയണം, പക്ഷേ മറ്റുള്ളവരുടെ നിലപാട് കേൾക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം. വസ്തുതാപരമായ തെറ്റുകൾ പറഞ്ഞ് ഇത് കാണുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ പോയി യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്സ് പരിശോധിക്കണം. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്സിൽ എന്താണ് പറയുന്നത്? അതായത് സ്വാശ്രയ കോളേജുകൾക്കും അഫിലിയേറ്റഡ് കോളേജുകൾക്കെല്ലാം തന്നെ സമാനമായിട്ടുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ വ്യവസ്ഥകളുണ്ട്. താങ്കൾ പോയി ഒന്ന് പരിശോധിക്കണം. ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആ സ്ഥലത്തു നിന്നും താങ്കൾ പറഞ്ഞു സെലക്ഷൻ ആണെന്ന്. ഇത് എവിടുന്ന് താങ്കൾ പഠിച്ചു? എവിടുന്നാണ് ഈ സെലക്ഷൻ എന്നുള്ള വാക്ക് വന്നത്? ഞാൻ ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. 24 ഫ്ലോർ ആണല്ലോ, ഞാൻ ക്ഷണിക്കുന്നു. അടുത്ത അധ്യയന വർഷം ഇലക്ഷൻ എല്ലാ യൂണിവേഴ്സിറ്റി പല സമയത്താണല്ലോ. ഈ കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്കും അങ്ങയുടെ കയ്യും പിടിച്ച് ഞാൻ വരാൻ തയ്യാറാണ്. ഇലക്ഷൻ നടക്കുന്ന സ്വാശ്രയ ക്യാമ്പസുകൾ എണ്ണി കാണിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. സ്വീകരിക്കുന്നു. എന്നെ വെല്ലുവിളിച്ച് ഭയപ്പെടുത്തരുത്. ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. താങ്കൾ എന്റെ കൂടെ വരൂ, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഞാൻ വരാം. അല്ല, ഈ വിഷയം എഴുതുന്നു. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാ. ഇതിനകത്ത് ഒരു കാര്യം ഇതുവരെ ആരും പരാമർശിക്കാതെ പോകുന്നത്, ഒരു സത്യം പറയുകയാണ്, അങ്ങ് ക്ഷമിക്കണം എന്നോട്. അതായത് സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിൽ പട്ടികജാതി പട്ടിക വിഭാഗമായ കുട്ടികളോടുള്ള സമീപനത്തിൽ ഒരു രണ്ടാം തരം ഇടപാട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. ഈ കുട്ടികൾക്കെല്ലാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫീസ് കൊടുക്കേണ്ടത് സർക്കാരാണ്, സ്റ്റൈപ്പൻഡ് എന്ന രീതിയിൽ. എന്നാൽ ഒരു സർക്കാരും, അത് LDF ആകട്ടെ UDF ആകട്ടെ, കാലാകാലങ്ങളിൽ കൃത്യമായി കുട്ടികളുടെ ഫീസ് മാനേജ്മെന്റുകൾ അടയ്ക്കുന്നില്ല. അതിൻ്റെ പ്രധാനമായ കാരണം കേന്ദ്രത്തിൽ നിന്നും മറ്റ് ഭാഗത്തുനിന്നുള്ള ഗ്രാൻറ്റുകളൊന്നും കൃത്യമായി ഇവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനുള്ള പോരായ്മകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
അതുകൊണ്ട് കൂടിയാണ് ഈ അധ്യാപകർക്ക് ഈ തരം കുട്ടികളോ ഒരു അപ്പൊ ബാധ്യത ഫീസ് കൊടുക്കാത്ത കുട്ടി എന്നുള്ള ഒരു ബാധ്യതയാണ് ഇവർ എന്ന ഗ്രാന്റ് കിട്ടാത്തോണ്ട് റേസിസം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എന്ത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രാന്റ് കിട്ടാത്തോണ്ടാണ് വിദ്യാർത്ഥികൾക്കെതിരെ SC/ST-കാരോട് ഇങ്ങനെ എന്താണ് ആ അതുകൊണ്ടാണ് ഈ ഒരു ബോധ്യം, ഈ ഒരു സെൻസിബിലിറ്റി, ഈ ഒരു റേഷ്യൽ മൈൻഡ് സെറ്റ് ടീച്ചേഴ്സ് കീപ്പ് ചെയ്യുന്നത് ഗ്രാന്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഗ്രാന്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഒഫൻസാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.